തുടരണം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി നമുക്ക് പോകുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മുതിർന്ന നേതാവ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയെ അങ്ങ് എങ്ങനെ അനുസ്മരിക്കുന്നു? ഞാൻ തെന്നല ചേട്ടനുമായിട്ട് ദീർഘകാലത്തെ ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം തൊട്ട് ഒരു KSU പ്രവർത്തകനായിരുന്ന എനിക്ക് അദ്ദേഹവുമായി വളരെ വൈകാരികമായ ബന്ധമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഇത്ര കണ്ട് പൂർവ്വം വിധേയത്വവും പ്രതിബദ്ധതയും പുലർത്തിയ ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ, അതായത് മഹാത്മാഗാന്ധിയുടെ ഉത്തമമായ ഒരു ശിഷ്യനായി അദ്ദേഹമാണ് അറിയപ്പെട്ടിരുന്നത്. മാത്രമല്ല, കൊല്ലം ജില്ലയിലെ ശൂരനാട്ട് ഏറ്റവും വലിയ ജന്യ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ മുഴുവൻ പാർട്ടിക്ക് വേണ്ടി വിറ്റുതുലച്ചു എന്ന് എപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഒരു നയാ പൈസ പോലും പണം പിരിക്കാത്ത, കൈക്കൂലി വാങ്ങിക്കാത്ത, നിഷ്കളങ്കരായ, നിഷ്കാമകർമ്മിയായ ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തെ പോലെ ഒരിക്കലും ഉണ്ടാവില്ല. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ഒരുപാട് പ്രാവശ്യം നിരാകരിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. ഒരിക്കൽ K. കരുണാകരൻ അദ്ദേഹത്തോട് സത്യപ്രതിജ്ഞ ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ പറഞ്ഞു. അന്ന് അദ്ദേഹം അടൂർ MLA ആയിരുന്നു. അദ്ദേഹം സകല അമ്പലങ്ങളിലും പോയി പ്രാർത്ഥനകളൊക്കെ നടത്തി കുടുംബസമേതം സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി വരുമ്പോൾ വഴിയിൽ വെച്ച് കരുണാകരൻ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം എന്റെ മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ഇന്ന് വരെ അദ്ദേഹത്തോട് പാർട്ടി എന്തെല്ലാം അനീതി കാണിച്ചിട്ടുണ്ടോ ആ കാണിച്ച സന്ദർഭങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഒരക്ഷരം ഉരിയാടാത്ത ഒരാളാണ് ഈ തെന്നല ബാലകൃഷ്ണപിള്ള. പാർട്ടി അദ്ദേഹത്തോട് പല ഘട്ടങ്ങളിലും അനീതി കാണിച്ചു. ഇപ്പോൾ 2001 KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നതടക്കം അനീതി കാണിച്ചു എന്നത് തുറന്നു പറയുന്നതിൽ അങ്ങേക്ക് ഈ ഘട്ടത്തിൽ ഒരു മടിയുമില്ല അല്ലേ? അങ്ങ് അത് പരാമർശിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടു, അതിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് നേരത്തെ സംസാരിച്ച ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം അദ്ദേഹമാണെന്ന് KPCC ആസ്ഥാനത്ത് പുതിയ KPCC അധ്യക്ഷനെ അവരോധിക്കുന്ന ചടങ്ങ് നടക്കുമ്പോൾ ഏകനായി പുറത്തേക്ക് വന്ന തെന്നല ബാലകൃഷ്ണപിള്ള എന്ന ഗാന്ധിയന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കൊടുത്ത് വീട്ടിലേക്ക് വിടാൻ സഹായിച്ചത്. പാർട്ടി ഇത്രയേറെ സ്നേഹിച്ച ഒരാൾക്ക് പാർട്ടി നൽകിയത് പക്ഷെ ഒരിക്കലും അരുതാത്തതായിരുന്നു എന്നത് ഒരു വസ്തുത കൂടിയാണ്. നമുക്ക് ഈ സമയത്ത് അതും കൂടി ഓർക്കാതിരിക്കാനും കഴിയില്ല. തീർച്ചയായിട്ടും 2001 111 സീറ്റുകളുമായിട്ടാണ് കേരളത്തിൽ ശ്രീ AK ആന്റണി അദ്ദേഹം മുഖ്യമന്ത്രിയാക്കിയത്. മുഖ്യമന്ത്രി സ്ഥാനം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നേരെ എല്ലാവരും വന്നത് KPCC ഓഫീസിലേക്കാണ്. തെന്നല ബാലകൃഷ്ണപിള്ളയെ എടുത്ത് പറഞ്ഞു, കസേരയിൽ നിന്ന് എഴുതേക്കാൻ പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റു. മുരളിയോട് ഇരിക്കാൻ പറഞ്ഞു, ഇരുത്തി. അപ്പോ 2001 അദ്ദേഹത്തെ അപമാനിച്ചു പറഞ്ഞു വിട്ടിട്ട് പോലും ഒരക്ഷരം ഈ കോൺഗ്രസ് പാർട്ടിക്കെതിരെ തന്നെ നാവ് കൊണ്ട് ഉച്ചരിക്കാത്ത ഒരാളാണ് അദ്ദേഹം. സകല വേദനകളും കടിച്ചമർത്തി താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനെതിരെ ഒരു പോറൽ പോലും ഇന്നുവരെ ഏൽപ്പിക്കാത്ത ഒരേ ഒരു കോൺഗ്രസ്സുകാരൻ അദ്ദേഹം മാത്രമാണ്. രണ്ടാമതൊരു കോൺഗ്രസ് കേരളത്തിൽ എന്ന് പറയാം. യഥാർത്ഥ ഗാന്ധിയൻ, നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട്, നിസ്വാർത്ഥമായ പ്രവർത്തന ശൈലി കൊണ്ട്, ഉലയാത്ത കർമ്മധീരതയുടെ ഉജ്ജ്വല പ്രതീകമായി 7 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന കോൺഗ്രസിന്റെ തറവാട്ട് കാരണവരായ ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വേർപാട് ഈ പാർട്ടിക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഇന്നത്തെ തലമുറ അദ്ദേഹത്തെ ഒരു റോൾ മോഡലായി സ്വീകരിക്കണമെന്നാണ് എന്റെ അപേക്ഷ. ശരി, വളരെ രാജ്മോഹൻ